ഹലോ ഗൈസ്, എൻ്റെ ഹെൽമെറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റഡ്സിൻ്റെ തണ്ടർ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഹെൽമെറ്റാണ്. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വില കുറഞ്ഞ ഹെൽമെറ്റുകളിൽ ഒന്നാണ് സ്റ്റഡ്സിൻ്റെ തണ്ടർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെൽമെറ്റിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഹെൽമെറ്റ് കൾച്ചറാണ്. ഹെൽമെറ്റ് കൾച്ചറിൽ ഈ ഹെൽമെറ്റിൻ്റെ വേറെ ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഹെൽമെറ്റ് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഞാൻ എൻ്റെ സ്ക്രീനിലും കാണിക്കാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇന്ന് ഈ ഇന്ത്യയിൽ ഈ ഹെൽമെറ്റ് ഇത്രയും വിറ്റുപോകാൻ കാരണം, അല്ലെങ്കിൽ ഇത്രയും ഫേമസ് ആവാൻ കാരണം, ഈ ഒരു വിലയിൽ ഈ ഒരു റേറ്റിൽ കിട്ടുന്ന നല്ലൊരു ഹെൽമെറ്റ് ആയതുകൊണ്ട്. കാരണം ഇതിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സ്പോർട്സ് ബൈക്കിലൊക്കെ വെക്കുന്ന മിക്കവരും വെക്കാറുണ്ട്. ഇപ്പോഴും R15-ലും RS-ലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു 80-90 കിലോമീറ്ററിൽ പോയാലും സ്റ്റേബിളായിട്ട് നിൽക്കും എന്നാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർക്കൊക്കെ ഉണ്ട്. അവന്മാർ പറയുന്നതാണ്, ഒരു 80-90 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഹെൽമെറ്റ് വലിയ സീനൊന്നുമില്ല. ആ ഒരു എല്ലാം കൊണ്ടും ഈ ഒരു വിലയുടെ കൊണ്ടും നല്ലൊരു ഹെൽമെറ്റ് സ്റ്റഡ്സിൻ്റെ തണ്ടർ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഹെൽമെറ്റാണ്. പിന്നീട് നമ്മൾ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് വൈസറാണ് ഹെൽമെറ്റിന് വരുന്നത്. പോളി കാർബൺ സിലിക്കൺ ഹാർഡ് കോട്ടഡാണ് ഹെൽമെറ്റിൻ്റെ വൈസറിൽ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ സ്ക്രാച്ച് ആവില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ സ്ക്രാച്ച് ആകും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ മിക്ക ഹെൽമെറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്ക്രാച്ച് ആവുന്നത്. പുതിയതൊക്കെ ഒത്തിരി നാൾ കഴിയണ്ട, അതിന് മുമ്പേ സ്ക്രാച്ച് ആവും എന്താണെങ്കിലും. അതുമല്ല ഹെൽമെറ്റിൻ്റെ വൈസറൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഹെവി ലുക്കൊക്കെ തോന്നും. ഒരു ക്വാളിറ്റി ഉള്ള ആ ഒരു ലുക്ക് വൈസർ അവരുടെ ഈ വൈസറിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റഡ്സിന്. പിന്നെ അതുകൂടാണ്ട് ഇവരുടെ സ്റ്റഡ്സിൻ്റെ ഈ വൈസറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ഡേ ടൈം യൂസ് ഓൺലി. എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടൈമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഈ ഇതും വെച്ചുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഓടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് ഡേ ടൈമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വൈസർ നമ്മുടെ ഹെൽമെറ്റ് കൾച്ചറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അവരിപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ അയച്ചു തരുന്നതാണ്. പിന്നീട് നമ്മുടെ ഹെൽമെറ്റിൻ്റെ എയർ വെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ വെൻറ്റ് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. കാരണം പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന മോഡലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന മഴ സമയത്താണെങ്കിൽ സ്മോക്ക് വീഴാം. ചിലപ്പോൾ രാവിലെ പോകുമ്പോഴും സ്മോക്ക് വീഴാം. രാവിലെ ആണെങ്കിൽ പോലും ഇരുട്ടുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും വൈസർ ക്ലോസ് ചെയ്ത് ഓടിക്കരുത്, കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും സ്മോക്ക് വീണാൽ ഒട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും മഴയുള്ള സമയത്ത്, പകൽ സമയത്താണെങ്കിലും മഴ പെയ്യുമ്പോൾ സ്മോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതലും കൊടുത്തേക്കുന്നത്, മൗത്ത് ഭാഗത്ത് കൊടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇതുവഴി എയർ പോയി ഇതിലേക്ക് ഇങ്ങോട്ടാണ് എയർ വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് അടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് 2 ടോപ്പിൽ 2 അതും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇത് ക്ലോസ്, ഇത് ഓപ്പൺ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴി എയർ കയറിയിട്ട് നമ്മുടെ തല ഇപ്പോൾ ചൂടായിരിക്കും. അപ്പോൾ കൂളാകാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലേക്ക് കയറിയ എയർ പോകാൻ വേണ്ടിയിട്ട് പുറകിൽ 2 എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ 2 എക്സോസ്റ്റുകൾ. പിന്നീട് വരുന്നത് ഹെൽമെറ്റ് സ്ട്രാപ്പാണ്. ഹെൽമെറ്റ് സ്ട്രാപ്പ് നോക്കുമ്പോൾ ക്വിക്ക് റിലീസ് സ്ട്രാപ്പാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാനും പെട്ടെന്ന് ഇടാനും പറ്റുന്ന ഒരു രീതിയിലാണ് ക്വിക്ക് റിലീസ് സ്ട്രാപ്പ് വന്നേക്കുന്നത്. ഡബിൾ ഡി റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കൂടുതലും ഒരു വില കൂടിയ ഹെൽമെറ്റുകളിലേക്ക് ട്രാക്ക് യൂസിനായിട്ടുള്ള ഹെൽമെറ്റുകൾക്കാണ് കൂടുതലും വരുന്നത്. കാരണം അതങ്ങനെ ഇതിനേക്കാളും നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞൊന്നും പോരില്ല. എന്ന് വെച്ചാൽ ഇത് കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനേക്കാളും പ്രൊട്ടക്ഷനാണ്. ഇല്ലെങ്കിൽ അതെ, പ്രൊട്ടക്ഷനാണ്, നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പെട്ടെന്ന് റിലീസായി വരില്ല. നമ്മളിപ്പോൾ അത് ട്രാക്കിലാകുമ്പോൾ നമുക്ക് സമയമെടുത്ത് പരിപാടികൾ ചെയ്യാം. പക്ഷേ റോട്ടിലാകുമ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് ഹെൽമെറ്റ് ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാപ്പ് കൊടുത്തേക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ ചിൻ കർട്ടനാണ് കൊടുത്തേക്കുന്നത്. ഇത് എല്ലാവിധ കൂടിയ ഹെൽമെറ്റുകളെ പോലെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ പാഡുകൾ, ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഊരിയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡലാണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, മഴ പെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നനയാൻ വളരെ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഊരിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാനിലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടും നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്ത് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലാണ് കമ്പനി നമ്മൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പാഡുകളൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡ്സ് ബ്രാൻഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1300 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. 1300 ഗ്രാം വെയിറ്റ് വലിയ കുഴപ്പമില്ല. സാധാരണ LS2-നൊക്കെ ആണെങ്കിലും ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. LS2 ഇല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഹെൽമെറ്റ് ആയിക്കോട്ടെ, ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വെയിറ്റ് കുറവാണ്. എന്ന് വെച്ച് സ്പീഡിൽ പോകുമ്പോൾ കാറ്റ് പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 80-90 കിലോമീറ്ററോളം പോയാലും നമ്മൾ സേഫാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വൈസർ നോക്കുമ്പോൾ വൈസറിൽ വരുന്ന ഒരു പ്രശ്നം, ഇത് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രേ വരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഓപ്പണിങ്ങിൽ ഫുൾ ഓപ്പൺ ചെയ്യണം. ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡ്സ് തണ്ടറിനെ കുറിച്ച് പറയാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഈ 1795 രൂപയുടെ ഈ ഹെൽമെറ്റ് എന്താണെങ്കിലും ഈ ഒരു വിലക്ക് എല്ലാം തന്നെ കൊടുക്കുന്ന ഒരു നല്ല ഹെൽമെറ്റാണ്, നല്ല ബെസ്റ്റ് ഹെൽമെറ്റാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഹെൽമെറ്റ്, ഈ ഒരു വിലക്ക് ഏറ്റവും നല്ലൊരു ഹെൽമെറ്റ് ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഗ്രാഫിക്സും എൻ്റെ ഷേപ്പും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു സപ്പോർട്ട് എനിക്ക് വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്ക് താഴെയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഹെൽമെറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഷോപ്പിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കണ്ടതിന്.